യുവത്വം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് സാധ്യതകളും ഒക്കെയുള്ള ഒരു കാലം. പക്ഷേ ഈ ഒരു ഭയങ്കര എനർജിയെ എങ്ങനെയാണ് നമ്മൾ ഈ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്? വെറുതെ അങ്ങ് ജീവിച്ചു തീർക്കാതെ ഓരോ നിമിഷവും മീനിങ് ഫുൾ ആക്കുന്ന ഒരു യുവത്വം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? അപ്പൊ അതിനുള്ള ഒരു ഇസ്ലാമിക് ബ്ലൂ പ്രിന്റാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോ എല്ലാത്തിന്റെയും തുടക്കം ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. നമ്മളൊക്കെ സാധാരണ എന്താ വിചാരിക്കാറ്? യുവത്വം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു തീർക്കാനുള്ള ഒരു സമയമാണെന്നല്ലേ? പക്ഷേ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതല്ല, നേരെ തിരിച്ചാണ്. ഓരോ നിമിഷത്തിനും നമ്മൾ കണക്ക് പറയേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ കാലം. ഈ ചോദ്യം ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ടതൊന്നാണ്. കാരണം ഇതൊരു സാധാരണ ചോദ്യമേ അല്ല. വിചാരണയുടെ ആ ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ ഓരോ മനുഷ്യനും ഉത്തരം പറയേണ്ട അഞ്ച് പ്രധാന ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണിത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ യൗവനം, നിങ്ങളുടെ ആ എനർജി, നിങ്ങളുടെ സമയം, അതൊക്കെ നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചത്? നോക്കൂ, ഈ പ്രവാചക വചനം ആ ചോദ്യത്തിന് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെപ്പറ്റി ചോദിക്കും, സമ്പത്തിനെപ്പറ്റി ചോദിക്കും, അറിവിനെപ്പറ്റിയും ചോദിക്കും. പക്ഷെ അതിനൊക്കെയൊപ്പം നമ്മുടെ യുവത്വത്തെക്കുറിച്ച് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ചോദ്യം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മുടെ ലൈഫിലെ ഈ ഒരു സ്റ്റേജിന് ഇസ്ലാം എത്ര വലിയ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നതെന്ന്. എന്നാൽ കേട്ടോളൂ, ഈ ഉത്തരവാദിത്വം കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഒരു സാധാരണ പ്രതിഫലമല്ല കാത്തിരിക്കുന്നത്. സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന, വേറൊരു തണലുമില്ലാത്ത ആ ഭയാനകമായ ദിവസം. അന്ന് അല്ലാഹുവിന്റെ പ്രത്യേകമായ തണല് കിട്ടുന്ന 7 കൂട്ടം ആളുകളുണ്ട്. അതിലൊരു വിഭാഗം ആരാണെന്നറിയാമോ? തന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നുവന്ന ഒരു ചെറുപ്പക്കാരൻ. ഒന്നാലോചിച്ചു നോക്കൂ, അതിനേക്കാൾ വലിയൊരു അംഗീകാരം വേറെയുണ്ടോ? അപ്പോ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു മികച്ച യുവത്വം കെട്ടിപ്പടുക്കാൻ കഴിയുക? അതിന് ഉറപ്പുള്ള 3 തൂണുകൾ വേണം. ഈ 3 തൂണുകളിലാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷൻ നമ്മൾ പണിയേണ്ടത്. അതില് ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ഈമാനും ഇബാദത്തും, അതായത് വിശ്വാസവും ആരാധനയുമാണ്. ഇത് നമ്മുടെ ജീവിതമെന്ന ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനാണ്. നമ്മുടെ സ്രഷ്ടാവുമായുള്ള ആ കണക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി ശരിയായ ട്രാക്കിലേക്ക് വരും. അപ്പോ ഈ ഫൗണ്ടേഷൻ എങ്ങനെയാ നമ്മൾ സ്ട്രോങ് ആക്കുക? അത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിലൂടെയാണ്. കൃത്യസമയത്ത് നിസ്കരിക്കുക, ഖുർആൻ വെറുതെ ഓതിപ്പോവാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇതൊക്കെ നമ്മുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ ശക്തമാക്കും. കൂട്ടത്തില് ഫജ്ർ നമസ്കാരം, അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ ഒരു ദിവസം മുഴുവൻ ഒരു ബർക്കത്ത് കിട്ടാൻ അത് മതി. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് വരാം. അത് വിദ്യാഭ്യാസവും അറിവുമാണ്. ഒന്നോർത്തു നോക്കൂ, ഇസ്ലാമിൽ ആദ്യമായി ഇറങ്ങിയ കൽപ്പന തന്നെ ഇഖ്റ, വായിക്കുക എന്നായിരുന്നു. അതുകൊണ്ടുതന്നെ അറിവ് നേടുന്നത് ഒരു കോഴ്സ് കഴിയുമ്പോൾ തീരുന്ന കാര്യമല്ല. അത് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഖുർആൻ ആയത്ത് നോക്കൂ, ഇത് നമ്മളോടാണ് ചോദിക്കുന്നത്. അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാകുമോ? ഒരിക്കലുമില്ല. അറിവിനും പഠനത്തിനും ഇസ്ലാം കൊടുക്കുന്ന ആ ഒരു സ്റ്റാറ്റസാണ് ഇതിൽ നിന്ന് ക്ലിയർ ആവുന്നത്. പിന്നെ ഇത് മതപരമായ അറിവ് മാത്രമല്ല കേട്ടോ. നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ള ഏതൊരു സയൻസും ടെക്നോളജിയും സ്കില്ലും പഠിക്കുന്നതോ ഒരുപോലെ പ്രധാനമാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ തൂൺ, അതാണ് സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ. കാരണം നമ്മുടെ വിശ്വാസവും അറിവും കൊണ്ടൊക്കെ എന്ത് കാര്യം? അത് നമ്മുടെ പെരുമാറ്റത്തിൽ കാണുന്നില്ലെങ്കിൽ മറ്റുള്ളവരുമായി നമ്മൾ എങ്ങനെ ഇടപഴകുന്നു എന്നതിലാണ് നമ്മുടെ ഈമാനിന്റെയും ഇൽമിന്റെയും യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത്. സത്യം പറയുക, വിശ്വസ്തത കാണിക്കുക, വിനയമുണ്ടായിരിക്കുക, ക്ഷമിക്കുക, ഇതൊക്കെ ഈ തൂണിന്റെ ഭാഗമാണ്. പ്രവാചകൻ പറഞ്ഞതെന്താണെന്നറിയാമോ? ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പൂർത്തിയാക്കാനാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകനാകുന്നതിനു മുൻപ് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് അൽ അമീൻ, അതായത് വിശ്വസ്തൻ എന്നായിരുന്നു. അതാണൊരു നല്ല ക്യാരക്ടറിന്റെ പവർ. അപ്പോ ഈ 3 തൂണുകള് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായി. ഇനി നമുക്ക് അതിന് മുകളിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആരോഗ്യം, സാമ്പത്തികം, സാമൂഹികമായ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശക്തനായ ഒരു വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ശരീരവും ഫിറ്റായിരിക്കണം. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും ആളുകളെ സഹായിക്കാനുമൊക്കെ പറ്റൂ.
ഓർക്കുക, നമ്മുടെ ഈ ശരീരം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, ഒരു ട്രസ്റ്റാണ്. അതിനെ നന്നായി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഖലീഫ ഉമറിന്റെ ഈ വാക്ക് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ കുട്ടികളെ നീന്തലും അമ്പെയ്ത്തും കുതിരസവാരിയും പഠിപ്പിക്കുക. ഇത് വെറുമൊരു ഹോബിയുടെ കാര്യമല്ല പറയുന്നത്. ശാരീരികമായ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പ്രാധാന്യമാണ്. അന്ന് അതൊക്കെയായിരുന്നു പ്രധാന സ്കിൽസ്. ഇന്ന് അതിന്റെ സ്ഥാനത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോർട്സിലോ എക്സസൈസിലോ നമ്മൾ ഇൻവോൾവ് ആകണം. ഇനി ചെറുപ്പക്കാർക്ക് പ്രവാചകൻ കൊടുക്കുന്നൊരു ഡയറക്റ്റ് അഡ്വൈസ് നോക്കൂ. വിവാഹത്തെക്കുറിച്ചാണ്. കഴിവുള്ളവർ വിവാഹം കഴിക്കുക. അത് ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. അതുപോലെ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി കിട്ടാനും അത് സഹായിക്കും. അതിന് സാധിക്കാത്തവർ നോമ്പ് നോൽക്കണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറും തിയറി മാത്രാണെന്ന്? ഒരിക്കലുമല്ല. നമ്മുടെ ചരിത്രം തുറന്നു നോക്കിയാൽ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് ജീവിച്ച് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരുപാട് ചെറുപ്പക്കാരെ കാണാം. നമുക്കതിൽ നിന്ന് ഒരാളെ പരിചയപ്പെടാം. ആരാണാളെന്നല്ലേ? ഉസാമ ബിൻ സയ്യിദ്. പ്രവാചകൻ തന്നെ സ്വന്തമായി ഒരു വലിയ സൈന്യത്തിന്റെ കമാൻഡറായി നിയമിച്ച ഒരു ചെറുപ്പക്കാരൻ. ആ സൈന്യത്തിൽ ആരൊക്കെയുണ്ടായിരുന്നെന്നോ? അബൂബക്കർ, ഉമർ, അങ്ങനെയുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള സഹാബികൾ വരെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനികരായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് അന്ന് എത്ര വയസ്സായിരുന്നു എന്ന് ഗസ് ചെയ്യാമോ? വെറും 18 വയസ്സ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഒരു +2 കഴിഞ്ഞ് കോളേജിൽ ചേരുന്ന പ്രായം. ആ പ്രായത്തിലാണ് അത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ഇത് മതി ചെറുപ്പക്കാരുടെ കഴിവിൽ ഇസ്ലാം എത്രമാത്രം വിശ്വസിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായും ഈ ഒരു വഴിയിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടാകും, ഒരുപാട് തടസ്സങ്ങൾ വരും. നമ്മുടെ ചെറുപ്പക്കാരുടെ ആ ഒരു പൊട്ടൻഷ്യലിനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിലേറ്റവും പ്രധാനം നമ്മുടെ ഫ്രണ്ട് സർക്കിളാണ്. ഈ ഉപമ നോക്കൂ. എന്ത് മനോഹരമായിട്ടാണ് പ്രവാചകനത് പറഞ്ഞു തരുന്നത്. ഒരു നല്ല ഫ്രണ്ടെന്ന് പറയുന്നത് അത്തറ് വിൽക്കുന്ന ആളെ പോലെയാണ്. അയാളുടെ കൂടെ ഇരുന്നാൽ ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് അത്തറ് ഫ്രീ ആയി കിട്ടും, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റും. അതുമില്ലെങ്കിൽ ചുരുങ്ങിയത് ആ നല്ല മണമെങ്കിലും നമുക്ക് കിട്ടും. നേരെ മറിച്ച് ഒരു മോശം കൂട്ടുകാരനോ? അത് കൊല്ലന്റെ ആലയിലിരിക്കുന്നത് പോലെയാണ്. ഒന്നുകിൽ നമ്മുടെ ഡ്രസ്സിൽ തീപ്പൊരി വീണ് കരിയും, അല്ലെങ്കിൽ ആ പുകയുടെ ചീത്ത മണമെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോ ആരെയാണ് നമ്മുടെ കൂടെ നിർത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നാണ്. പിന്നെ സമയം. ഇതാണ് ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. പ്രവാചകൻ പറഞ്ഞതുപോലെ ആരോഗ്യവും ഒഴിവു സമയവും. ഈ 2 അനുഗ്രഹങ്ങളെയും മിക്കവാറും ആളുകൾ വിലമതിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ കാലത്ത്. മണിക്കൂറുകളോളം വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് കളയുന്നു. ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം മുഴുവൻ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? ഈ പറഞ്ഞ ഐഡിയകളൊക്കെ ഒന്നിച്ചുകൂട്ടി നമുക്ക് നാളെ മുതൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ദാ ഇവിടെ ഒരു മോഡൽ ഡെയിലി റുട്ടീൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ദിവസം തുടങ്ങുന്നത് ഫജർ നമസ്കരിച്ചുകൊണ്ടാണ്. ഒരു സ്പിരിച്വൽ സ്റ്റാർട്ട്. പിന്നെ കുറച്ച് ഖുർആൻ ഓതുന്നു, കുറച്ച് എക്സസൈസ് ചെയ്യുന്നു. അതിനുശേഷം പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള സമയം. വൈകുന്നേരം നമ്മുടെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം. അപ്പോൾ നോക്കൂ, നമ്മുടെ ഈമാൻ, ആരോഗ്യം, അറിവ്, കുടുംബ ബന്ധങ്ങൾ എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു പ്ലാനാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിന്തയോടെ നിർത്താം. യുവത്വം എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. അതിന് ഭയങ്കര ശക്തിയുണ്ട്, ഭയങ്കര എനർജിയുണ്ട്. ശരിയായ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഊർജം കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ ഒരു കൺട്രോളും ഇല്ലെങ്കിൽ ആ കൊടുങ്കാറ്റ് നമ്മളെ തന്നെ നശിപ്പിച്ചു കളയും. ആ ശരിയായ ദിശ കണ്ടെത്തുക, അതാണ് നമ്മുടെയെല്ലാം ദൗത്യം. ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് നിങ്ങളുടെ യുവത്വം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.